ഹായ്, ഞാൻ ഡോക്ടർ ആരതി. ഞാൻ ഓൺകോളജിസ്റ്റ് ആണ്. ഇന്ന് ലങ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ബിലീഫാണ് ഈ ഹെവി സ്മോക്കേഴ്സിന് മാത്രം വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് ഈ ശ്വാസകോശ ക്യാൻസർ, ലങ് ക്യാൻസർ എന്നൊക്കെ. പക്ഷെ അതങ്ങനല്ല. ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ കുറെ നോൺ സ്മോക്കേഴ്സിനും പിന്നെ സ്ത്രീകളുടെ ഇടയിലും വളരെ കോമൺ ആയിട്ട് ഈ ലങ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ഇതിനുള്ള കാരണം? സ്മോക്കിംഗ് മുന്നേ ഉണ്ടായിരുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പൊ തുടരുന്നവർക്കും സ്വാഭാവികമായിട്ടും ശ്വാസകോശ ക്യാൻസറിന് റിസ്ക് കൂടുതലാണ്. പക്ഷെ അത് മാത്രമല്ല, പാസീവ് സ്മോക്കിംഗ് ദീർഘകാലമായിട്ട് ഹെവി സ്മോക്കേഴ്സിന് കൂടെ കഴിയുന്നവർക്ക് ഈ റിസ്ക് കൂടുതലാണ്. പിന്നെ അതേപോലെ നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്ന റാഡോൺ ഗ്യാസ് എക്സ്പോഷർ. റാഡോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ നിന്ന് പാറക്കെട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു ഗ്യാസാണ്. അതിന് നിറവും മണവും ഇല്ല. അപ്പൊ നമ്മൾ വീടുകളിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ വെന്റിലേഷൻ, വായു സഞ്ചാരം വൃത്തിക്കില്ലാത്ത വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് കെട്ടിക്കിടക്കുകയും ദീർഘകാലമായിട്ട് ഇതിനോടുള്ള എക്സ്പോഷർ ശ്വാസകോശ ക്യാൻസറിന് റിസ്ക് കൂട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പല കെമിക്കൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, സിലിക്ക, ആസ്ബസ്റ്റോസ് ഒക്കെ ആയിട്ട് എക്സ്പോഷർ ഉള്ള ആൾക്കാർ, വർക്കേഴ്സ്, അങ്ങനെ പല എൻവയോൺമെന്റ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ ഇതിന്റെ വേറെ കാരണങ്ങളാണ്. എന്താണ് ഇതിന്റെ ഏർലി സ്റ്റേജിൽ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് നമുക്ക് നോക്കാം. ദീർഘകാലമായിട്ട് 2 ആഴ്ചയ്ക്ക് മേലെയുള്ള തുടർച്ചയായിട്ടുള്ള ചുമയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്ത് കഫത്തിന്റെ കൂടെ രക്തം കലർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, പുതുതായി ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന നെഞ്ചുവേദന, ശ്വാസതടസ്സം, പുതുതായിട്ട് ശ്രദ്ധിച്ച ശബ്ദവ്യത്യാസം, പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അമിതമായ ഭാരം കുറയുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിലും അമിതമായ ക്ഷീണം തോന്നുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസകോശ ക്യാൻസർ ഉണ്ട് എന്നല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും ശ്വാസകോശ ക്യാൻസറിന് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ സിംറ്റംസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലെ ഈ പറഞ്ഞ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ മറ്റു പല ക്യാൻസറുകളെ പോലെ തന്നെ ശ്വാസകോശത്തിന്റെ ക്യാൻസറും വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ അതിന്റെ ട്രീറ്റ്മെന്റും ഔട്ട്കമും പറ്റും.